റോമി ലിഡിയ അവരുടെ വാക്കുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു വീഡിയോ ആയിപ്പോയി. അതിൽ ഞാൻ അവരുടെ പേരടക്കം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോമി ലിഡിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്ക് ഞാൻ പറയാണ്. നാഗ ഒരു വിഷയം മാത്രമല്ല, പല വിഷയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. സത്യമാണ്. ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, പല പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുമാത്രമല്ല, നാഗ ഒരു 20-24 എത്രയാണ് എനിക്ക് ഓർക്കുന്നില്ല, അങ്ങനെ കുറച്ച് ചാനലുണ്ട്. അതിലൊക്കെ ഓരോരോ വിഷയങ്ങളല്ല, അവരുടേതായ ചിന്തയിലോട്ട് വരുന്ന കാര്യങ്ങൾ അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ മനസ്സിന് അവരെന്തായിരുന്നു എന്ന് പറയേണ്ട ഒരു സത്യാവസ്ഥ ഞാൻ കണ്ടു, അതുകൊണ്ട് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാനിവിടെ പറയുന്നു. ഒരു പക്ഷേ നാളെ നമ്മളുടെ ജീവനാണ്, എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ജീവൻ, ഫോണ്, അതിനോടൊന്നും നമുക്കൊന്നും എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്കിത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിമിഷങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ ഓരോരോ നിമിഷങ്ങളാണ്, എന്ത് സംഭവിക്കുമെന്നും അറിയാതെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ അവസ്ഥകൾ വരും, അതിനെ നമ്മൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ റോമി ലിഡിയ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ കാരണം, ഒരാൾ മനസ്സിലാക്കുക എന്നത്, ഒരാളും കൂടി മനസ്സിലാക്കി പറയുക എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്, ഒരു സന്തോഷമാണ്. ഒരുപാട് പേര് അവരോട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നാലും എനിക്ക് ഒരു സന്തോഷം തോന്നിയത് ഞാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓരോ മനുഷ്യൻ്റെ ചിന്താഗതികൾക്കനുസരിച്ച് പോവാനുള്ള ഓരോരോ ചാനലുകളും ആകെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ സത്യത്തെ ഞാനിവിടെ പറഞ്ഞു. നാഗ, എൻ്റെ കാഴ്ചപ്പാടിലുള്ള നാഗ എന്തായിരുന്നു എന്നുള്ളത്. അവരൊരു എഴുത്തുകാരിയാണ്. നല്ല നല്ല വർത്തമാനങ്ങൾ, അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യനെ തന്നോടൊപ്പം ഉയർത്തണമെന്നുള്ള ചിന്താഗതി. ഒരു മനുഷ്യന് വേണ്ടുന്നത് അതാണ്. ഒരാൾ ഞാൻ മാത്രം ഉയർന്ന് കണ്ടാൽ മതി, മറ്റൊരാൾ തളർന്ന് ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയല്ല. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. കഴിവുള്ള ആൾക്കാരെ, കഴിവുള്ള ആ കഴിവ് പിന്നെ എന്താ പറയുക, പുറത്ത് കാണപ്പെടണം എന്നുള്ളതിന് അതൊക്കെ ഞാൻ നിരീക്ഷിച്ചു പോയിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ഞാൻ നാഗയിൽ കണ്ടത്. അതൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിലിട്ടത്. പലരും നെഗറ്റീവായിട്ട് പറയുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരാളുടെ നല്ലതിനെ എടുത്ത് പറഞ്ഞുകൂടാ, ചെയ്തുകൂടാ? അങ്ങനെ പറയുമ്പോൾ ആ മനുഷ്യനും ആ ഒരു സന്തോഷമുണ്ടാകും. അതിൻ്റെ സത്യാവസ്ഥ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴേ അവർ അനുഭവിച്ച അവസ്ഥകൾ അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് കൂടി ആ മനുഷ്യരിലേക്ക് വരും. അതേ സ്ഥാനത്ത് പോസിറ്റീവായിട്ട് നമ്മൾ ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ നല്ല കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ മനുഷ്യനും കൂടെ ഉണ്ടാകും. ആ ഒരു ചിന്ത മതി. ആ നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ ആ പറയുന്ന ആ മനുഷ്യൻ അനുഭവിച്ച വേദനാജനകമായ കാര്യത്തെ നമ്മൾ എന്തിന് ഏറ്റെടുക്കണം? അതാണ് ഞാൻ പറഞ്ഞു, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഒരാളുടെ വേദനാപരമായ അവസ്ഥയെ നമ്മൾ എന്തിന് ഏറ്റെടുക്കണം? നമുക്ക് ചെയ്യാം, നല്ല പ്രവൃത്തി ചെയ്യാം, അവരുടെ നല്ലതിനെ എടുക്കുക. നല്ലതിനെ എടുക്കുമ്പോൾ ആ മനുഷ്യനും ഒന്നുമില്ലെങ്കിലും പറയാനെങ്കിലും ഉണ്ടാവും, അതായിരുന്നു സത്യമെന്ന്.
എന്നാൽ പിന്നെ യൂട്യൂബ് പിന്നെ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് ജോലിയുള്ള സംഭവം തന്നെ. യൂട്യൂബ് അപ്ലോഡ് ചെയ്യുക, വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നെറ്റ് സ്ലോ, ടൈമിങ്, അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇത്രയും ചാനലുള്ള നാഗ വെറും ഒരു സാധാരണ വ്യക്തിത്വമല്ലല്ലോ. ഒരു ചാനൽ തന്നെ മൂവ് ആകാൻ ഒരുപാട് ടൈമാണ്. അപ്പോൾ നാഗയുടെ എൻ്റെ സത്യത്തെ ഞാനിത് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ ജ്യോതിദാസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവർ ഒരുപാട് നല്ല നല്ല വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല 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 സ്വയം മറിഞ്ഞ് എഴുതുന്ന വാക്കുകൾ, മനസ്സിലാക്കി എഴുതുന്ന വാക്കുകൾ. അവരെ ഞാൻ ഓർത്തുപോയി ഈ ഒരു റൂമിൽ എഴുതിയപ്പോൾ. അപ്പം ശരി എന്നാൽ.